നാളെ വിളിക്കാടാ. ഹസ്ബൻഡ് എഴുന്നേറ്റു. ഈ കഥ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എളുപ്പപ്പണിയാണെന്ന് അറിയാം. സംഗതി ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെങ്കിലും ഇതൊരു ഷോർട്ട് ഫിലിം അല്ലേ, അപ്പൊ ഇത് മതി. ഈ മൂത്രത്തിന്റെ ഉടമകളാണ് നമ്മുടെ നായകന്മാർ. ഇതാണ് ജിത്തു, വയസ്സ് 28. പക്ഷെ ഇവനെല്ലാവരോടും ഒരു 23 വയസ്സൊക്കെ പറയാറുള്ളൂ. കിഡ്സ് പെമ്പിള്ളാരാണ് വീക്ക്നെസ്. കിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഏത് ഐറ്റത്തിനെയും ഇവൻ മിസ് കോൾ അടിച്ചു വീഴ്ത്തും. ആള് കിടുക്കന. കണ്ട, ഇവനാണ് നൂറു. പേര് സൂക്ഷിച്ചു പറയണേ, നൂറു. ഇതവന്റെ ഇരട്ടപ്പേരാ. ഇവന് പെണ്ണുങ്ങളോടല്ല താല്പര്യം. അയ്യ അതല്ല, ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ. ഫുൾ ടൈം മൊബൈലിൽ പീസ് കാണലാണ് ഇവന്റെ പണി. ഇവനാണ് പ്ലഗ്ഗു. ഇവന്റെ ശരിക്കും പേര് അതൊന്നും എനിക്കറിയില്ല. എല്ലാരും വിളിക്കുന്നത് പ്ലഗ്ഗൂന്ന. ആ ചിരി കണ്ട, ആ കണ്ണ് കണ്ട, ഇതില് വീഴാ തക്കന്മാരുണ്ടാവില്ല. അക്കാന്ന് പറഞ്ഞാ എല്ലാവർക്കും മനസ്സിലായി കാണൂല്ലേ. ഒരു 30-45 റേഞ്ച് വരുന്ന ചേടത്തിമാര്. ഇപ്പൊ മനസ്സിലായല്ലേ? കൊച്ചു കള്ള. ഇപ്പൊ ഇവന്മാരെ കുറിച്ച് ഏകദേശം പിടികിട്ടി കാണുമല്ലോ. അങ്ങനെ ഇവന്മാരുടെ ഒരു സൺഡേ, വെറും സൺഡേ അല്ല, ഒരു ബ്ലാസ്റ്റിംഗ് സൺഡേ. മച്ചി മച്ചി എന്തര ഈ കൊച്ചിയിലെ പെൺപിള്ളേരൊക്കെ എന്നാ ചരക്കുകളാണല്ലേ. ഹോ എൻ്റെ അളിയോ, ട്രിപ്പായിപ്പോ. കിഡ്സുകളുടെ കാര്യമാണ് പറയണ്ട. നീ മൂത്രമൊഴിക്കണമെങ്കിൽ മൂത്രമൊഴിക്ക്. അതിൻ്റെ ഇടയിൽ ഈ അപരാധം പറയല്ലേ. രണ്ടും നടക്കൂല. ഞാനതല്ല ആലോചിക്കുന്നു, ഈ ചിക്കുകളൊക്കെ എവിടെന്ന് പൊട്ടിമുളച്ചു വന്നേന്നാണ്. നമ്മള് പഠിച്ചോണ്ടിരുന്നപ്പോ മാത്രം കുറെ തോൽവി പെണ്ണുങ്ങള്. ഹലോ അക്ക. ഇല്ല, ഇവിടെ അടുത്ത് പറയക്ക. തുടങ്ങി അവനുണ്ട് അവന്റെ ക്ഷീണമായി പോയില്ലക്ക. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്. കൂടുന്നുണ്ട്. നിനക്ക് കിഡ്സ് പിള്ളേര്, അവൻ അക്ക. എനിക്ക് ഈ മൊബൈലിൽ അപരാധം കാണല്. ശരിയാ, എനിക്ക് കരിക്ക്, നിനക്ക് തേങ്ങ, അവന് കൊപ്ര. കൊപ്രയാടാ നല്ലത്. ആട്ടിയ എണ്ണയെങ്കിലും കിട്ടും. ബസ് സ്റ്റോപ്പിൽ നോക്കിയടാ, എന്നായിട്ടോടാ. സുമലതയ്ക്ക് ഭാനുപ്രയിലുണ്ടായ മോള് അനുഷ്കയെ പോലെ ഉണ്ട്. എന്റെ അനുഷ്കേ. എന്നാലും എന്റെ അക്കയുടെ അത്രയും വരൂല. ശരിയാ, നിന്റെ അക്കയെ ഞങ്ങള് കണ്ടിട്ടില്ല. നല്ല മുറ്റ് സാധനം. ഞാനവളെ മോഹിപ്പിച്ചിട്ട് അങ്ങ് കടന്നളഞ്ഞാല. നീയൊക്കെ ഇവിടെ കിടന്ന് പുതപ്പെടാതെ അവിടെ പോയി വിരിക്കാൻ നോക്കടാ. ചെല്ലടാ, മുട്ടടാ. എങ്കില്ലാതിപ്പോ എന്റെ ഗ്ലാമറിൽ അവൾക്ക് വീഴാതെ പറ്റില്ലല്ലോ. എന്നവളുടെ പെടലിക്ക് എന്നെ നല്ല അഴകാർന്ന കാർക്കൂട്ടൽ. കുട്ടി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല? അപ്പൊ നമ്മൾ ഒരുപാട് തവണ കാണേണ്ടി വരുമല്ലോ. കാണാല. കുട്ടിക്ക് ഈ ഫോട്ടോയിലുള്ള ആളെ ഇഷ്ടമായി. ഇതാരത്? ഇതെന്റെ അമ്മയാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി എൻ്റെ അമ്മയെ കൂടി ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയി അവസാനം നീയും അമ്മയും കൂടി വഴക്കിട്ട് അമ്മയെ ഞാൻ വൃദ്ധസദനത്തിലാക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യം ഉണ്ടോ? ഒന്ന് പോകുന്നുണ്ട് വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഓരോരോ ശല്യങ്ങള്. ഹലോ, യെസ് ഡിയർ. ഞാൻ ഈ ചേരാൻ നല്ലൊരു ബസ് സ്റ്റോപ്പിലുണ്ട്. എവിടെ ഇരുന്നോ? വേഗം വാടാ പ്ലീസ് ഡാ.
ഓക്കേടാ. പണി കോളി കളിയോ. അവക്കൊരു ഡിയർ ഉണ്ടാ. പിന്നെ ആ അല്ലേ അവക്ക് നമ്മളെ ഒന്നും പിടിക്കൂല. ഹെവി ടീമാ. ആ പോട്ടെ. Yo, who be the wickedest? Who be the endless lyricist? How you like me now, huh? How you like me now? Hey, yo, who be the wickedest? പോണ്ടിയർ ഓക്കേ. ഇതെന്താടാ കൂലിക്കുഞ്ഞ? അവളെയൊക്കെ പുലി പിടിക്കാനായിട്ട്. എന്തായാലും അവക്ക് നിങ്ങളെക്കാളും നല്ല ചെക്കനെ കിട്ടിയല്ല, എനിക്കത് മതി. എടാ നൂറു, നിശാന് കുന്തിരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് നീ അതിന്റെ കോട്ട് പുകക്കരുത്. ഇപ്പഴാ ഞാനിപ്പോ പുറത്തടക്കാം. പ്ലീസ് മച്ചാനെ, ഒരു ഗുഡ് ന്യൂസ്. ഞാൻ വിളിക്കാം. എന്താടാ? മച്ചാനെ, ആ +2 പെണ്ണ് റെഡിയായി. അതിന് എത്ര നാളായിരുന്നോ ഞാൻ അവളെ ഫോണിൽ വിളിച്ച് റൂട്ടാക്കാൻ നോക്കണത്. ഇപ്പഴോ ഓക്കെ ചെയ്ത്. അവളിപ്പ എന്നെ കാണാന്ന് പറഞ്ഞാ. ഇപ്പഴോ? എവിടെ? എടാ ചാത്യാത്തിന്റെ അവിടെ. നിങ്ങൾ വാടാ. പോടാ, ഞാനൊന്നുമില്ല, നിനക്ക് വേറെ പണി. ടാ, നീ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയാ അവക്ക് ഇഷ്ടവുമില്ല. അതിന് നിങ്ങൾ അവളുടെ മുമ്പിൽ വരണ്ട. നിങ്ങളൊരു സൈഡിൽ നിന്ന് കണ്ടാ മതി. നിങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാടാ. പ്ലീസ് ഡാ. എന്തായാലും ഞാനില്ല, നീ പൊക്കോ. ഒന്ന് വാടാ. എന്നാ വാ. ഇവിടെ എങ്ങാനും വരുമോ? ആ മതിയായിരുന്നു. സിഗരറ്റ് വല്ലതും ഉണ്ടായിരുന്നു? അവന്റെ ഒരു സിഗരറ്റ്. അവളിപ്പോ വരും. എവിടെയാടാ മൈൻഡ്? നേരവും പോണു. എടാ, അവളൊരു കൂതറയ്ക്കോടാ. വരട്ടെ, നോക്കാം. അവള് വന്നടാ. നോക്കി. എവിടെ? ഇത് അവള് തന്നെയാണാ? അവൾ എന്നോട് പറഞ്ഞല്ലോ റോസ് കൂടെയാണെന്ന്. നൈസാണെങ്കിൽ നമുക്കും കൂടി സെറ്റ് ചെയ്യണേ. അച്ചി, ഓൾ ദ ബെസ്റ്റ്. അളിയ, താങ്ക്സ് ഡാ. എന്താണ് നിനക്ക് പറ്റിയത്? നീ അവിടെ നിന്നപ്പോ തുടങ്ങിയതാണല്ലോ. എന്താടാ? നിനക്കെന്റെ പെങ്ങളെ തന്നെ ഉണ്ടാക്കണോടാ. നീ എന്തിനാടാ അവന്റെ പെങ്ങളുടെ നമ്പർ എനിക്ക് തന്ന? നിനക്കറിയില്ലായിരുന്നു അത് അവന്റെ പെങ്ങളാണെന്ന്? അറിയാം.
ഡാ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഏതെങ്കിലും ഒരു തൻ്റെ ചേച്ചിയോ അനിയത്തിയോ ഭാര്യയോ ഒക്കെ ആയിരിക്കും. അതൊക്കെ നോക്കാൻ പോയാൽ നിന്റെ കാര്യം നടക്കും, എൻ്റെ കാര്യം നടക്കും. പിന്നെ അവളും വലിയ പുണ്യാളത്തിയൊന്നുമല്ലോ. ഏക്കെ കണക്കേടാക്കും. നീ മാത്രമല്ലോ, അവളും നിന്നെ വിളിച്ചിട്ടില്ലേ? ഓടാ. ഞാൻ അത് നിന്റെ പെങ്ങളാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നമ്പർ കിട്ടിയപ്പോ എടാ അക്കയെ വിളിക്കാൻ ബാലൻസ് ഇല്ല, നീ ഒന്ന് വിളിച്ചു തന്നെ. നീ പറഞ്ഞ ഡയലോഗിന്റെ കൂടെ ഒന്നുകൂടി ചേർത്തോ. ലോകത്തിലെല്ലാ പെണ്ണുങ്ങളും ആരുടെയെങ്കിലുമൊക്കെ ചേച്ചിയോ അനിയത്തിയോ ഭാര്യയോ അമ്മയോ ആയിരിക്കും. പോട്ടടാ. അക്ക എന്റെ പൊന്നു മോനെ, മൊബൈലിൽ കിടന്നതേം കളിക്കണ്ടാ. കണ്ട ഉപദേശിക്കാണെന്ന് കരുതരുത്. അങ്ങനെ തലയിലായതാടാ ഈ രണ്ട് മുതലുകള്. അമ്മേ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ചോളം മേടിച്ചു തന്നല്ലേ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർക്ക് ഒരു ഗുണമുണ്ട്. അവർ മുതിർന്നവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കും. വള്ളിയാവോ? പക്ഷേ അനുസരിക്കും. അക്ക പറ